ഹായ് ഗൈസ്, രാത്രി 12 മണിയായി. അല്ല, ആയില്ല, 11:45. ഇന്ന് ഹിമയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹിമയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്തിട്ട് വരാം. താഴെ ചെയ്യാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവാണ്. പോയിട്ട് വരാം. താഴെ ജയൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ ഈ ഓടിപ്പോകുന്നത്. പെട്ടെന്ന് തന്നെ ലിഫ്റ്റൊക്കെ ഇറങ്ങി ബേസ്മെൻറ്റിൽ എത്തിയപ്പോൾ ജയൻ അവിടെ ഉണ്ടായിരുന്നില്ല. ജയൻ ശരിക്കും പറഞ്ഞാൽ ഹിമയുടെ വീടിൻ്റെ അടുത്ത് എവിടെയോ പാർക്കിംഗ് ഒന്നും കിട്ടാതെ അലഞ്ഞു തിരിയുമായിരുന്നു. ഞങ്ങളെന്തായാലും താഴെ എത്തിയപ്പോഴാണ് തക്കുവിൻ്റെ ഷൂ ഒന്നും ഇട്ടിട്ടില്ല. സാധാരണ എവിടെ പോവുകയാണെങ്കിലും ഷൂവും സോക്സൊക്കെ എന്തായാലും ഇടും. സോക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾ അതും ചോദിക്കുക ഷൂ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇട്ടുന്ന ഷൂ ഒന്നും ഇല്ല, നമ്മളങ്ങ് ഓടിപ്പിടിച്ച് വന്നതല്ലേ. ഞാനും ഇതുപോലെ കിട്ടിയൊരു ടീഷർട്ട് ഇട്ടിട്ടാണ് താഴെ ഇറങ്ങിയത്. പക്ഷേ ഇത് ഈ ചൂടത്ത് ഇച്ചിരി ഓവറായിപ്പോയി. കാരണം ഇത് ഫുൾ സ്ലീവാണ്, ഫുൾ കവർ ചെയ്തിട്ടുള്ള, ഒറ്റ ചൂട് പോലും പുറത്തോട്ട് പോകാത്തൊരു ഡ്രസ്സായിരുന്നു. ഇത് ഇടുന്ന സമയത്ത് ഞാൻ ഇതൊന്നും ആലോചിച്ചില്ല, കിട്ടി അതങ്ങ് ഇട്ടു. പിന്നെ ഇച്ചിരി ലിപ്സ്റ്റിക് കൂടി ഇട്ട് താഴെ ഓടി ഇറങ്ങുവാണ് ചെയ്യുന്നത്. ഡോർ ലോക്ക് ചെയ്ത് അങ്ങ് താഴെ ഇറങ്ങി. വന്നപ്പോഴാണ് അറിയുന്നത് ജയൻ എത്തിയിട്ടില്ല, എന്തായാലും സമയം എടുക്കും. അപ്പോൾ പിന്നെ ആ സമയത്താണ് ഞാൻ ഈ മൊബൈലിലോട്ട് നോക്കി എൻ്റെ ഫേസ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ അന്നേരമാണ് നോക്കുന്നത്. എന്തായാലും ഈ ഡ്രസ്സ് മാറിയിടാൻ ഇനി ഓപ്ഷൻ ഇല്ല, അപ്പോൾ അതിട്ടുകൊണ്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടി മുന്നോട്ട് നടന്ന് ജയൻ വരുന്ന വഴിക്ക് ഞങ്ങളങ്ങ് നടക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടും സമയം കളയണ്ടല്ലോ, സമയം ആയല്ലോ എന്നൊക്കെ വിചാരിച്ച്. ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഓൾറെഡി ഒരു പ്ലാൻ ചെയ്തതാണ്, നമുക്ക് 12 മണിയാകുമ്പോൾ പോവാന്നൊക്കെ. ലാസ്റ്റ് മിനിറ്റിൽ അത് വീണ്ടും മാറ്റി. എല്ലാവരും കൂടി പോവണ്ട, പിന്നെ ഒരു ദിവസം ആക്കാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എന്തായാലും പോകുന്നില്ലല്ലോ എന്ന് വെച്ച് റെഡി ആയില്ല, ഒന്നും ഡ്രസ്സ് മാറുകയോ ഒന്നും ചെയ്തില്ല, എല്ലാം അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴെന്തായാലും പോയി നോക്കാം. Happy birthday to me. വീട്ടിലാണ് പ്രദേശം. Happy birthday to you. Happy birthday to you. Thank you. Happy birthday to you. അങ്ങനെ വലിയ രീതിയിലൊന്നും സർപ്രൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയ രീതിയിൽ ഹിമയ്ക്ക് ഒരു സർപ്രൈസ് ഒക്കെ കൊടുത്തു. ചെറിയ പ്ലാൻ അല്ല, ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു ഹിമയ്ക്ക്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും, കേക്ക് കട്ടിങ് കാണും. വന്നപ്പോഴേ പറഞ്ഞു ഞാൻ റൂമിൽ വെച്ചാൽ പ്രതീക്ഷിച്ചേ, പുറത്തുനിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇതൊക്കെ സംഭവിക്കുന്ന ഹിമയ്ക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മളുടെ ഒരു സന്തോഷം. നമ്മൾ ഈ കേക്കും ഇതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് രമ്യയെ കൊണ്ട് ദിബുചേട്ടന് വയ്യ, ഹോസ്പിറ്റലിൽ പോകണം, നീ 12 മണിയാകുമ്പോൾ വാ എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് ഇളിപ്പിക്കുക ചെയ്ത്. തീരെ വിശ്വസിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ ഹിമ അങ്ങ് വിശ്വസിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊന്നും. പിന്നെ സജീഷേട്ടൻ കൊടുത്ത ഗിഫ്റ്റൊക്കെ അവിടെ നിന്ന് തന്നെ ഓപ്പൺ ആക്കി എല്ലാവരും നോക്കി. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ബർത്ത്ഡേയുടെ അന്ന് രാത്രി നമുക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടുന്നത് എന്തായാലും ഭയങ്കര നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അതിപ്പോൾ ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും നമ്മുടെ കൂടെയുള്ളവരാണെങ്കിലും എല്ലാം തന്നെ ഒത്തിരി മെമ്മറബിൾ ആയിരിക്കും അല്ലേ. അങ്ങനെ ഹിമയ്ക്ക് വേണ്ടി സജീഷേട്ടൻ ഇതെല്ലാം ഓടി നടന്ന് എല്ലാം ഓർഗനൈസ് ചെയ്ത് എല്ലാം മേടിച്ച് ഫുൾ ഓട്ടമായിരുന്നു സജീഷേട്ടന്. നിങ്ങളുടെ ചിലല്ല, ഞങ്ങളുടെ ചില ഞങ്ങൾ ചെയ്യും. എല്ലാരും കഴിച്ചതാ, ഞങ്ങളെല്ലാരും കഴിച്ചോ? തക്കുന് വേറെ കുഞ്ഞു കൈകൾ ഉൾപ്പെടായിരുന്നല്ലേ. വീഡിയോ എടുക്കുന്നു. ഇതല്ലല്ലോ ഇട്ടോണ്ട് വന്നത്. കണ്ടില്ലേ. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ കുടിക്കാമെന്നൊക്കെയുള്ള പ്ലാനൊക്കെ പറഞ്ഞ് തൊട്ടടുത്ത് ഒരു ഹോം മെയ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു തട്ടുകടയുണ്ട്. അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് ഈ കയറി പോകുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് പോവുകയാണ്, എന്തായാലും എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ തട്ടുകടയുള്ളത്. പക്ഷേ ഇതുവരെ ഞാൻ അവിടെ പോയിട്ടില്ല. പിന്നെ ഇവരൊക്കെ പോയിട്ടുണ്ട്, സൈഷേട്ടനും ഹിമയും ഇവരൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതിപ്പോൾ ഹിമയുടെയും അതായത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെയും ഹിമ താമസിക്കുന്നതിൻ്റെയൊക്കെ നടുക്കായിട്ടാണ് ഈ ഒരു തട്ടുകടയുള്ളത്. കുളിക്കാത്ത സൈഷേട്ടൻ, കുളിച്ചില്ലേ? ഞാൻ ആദ്യം വീട്ടിൽ പോയിട്ട്
കുളിക്കാത്ത തക്കു. അങ്ങനെ എല്ലാവർക്കും വേണ്ടി ജ്യൂസും നന്നാരി സർബത്തും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വന്നു, കട്ടൻ ചായയൊക്കെ വന്നു. പക്ഷേ ഈ ഒരു ലൈം ജ്യൂസ് ഭയങ്കര ബോറായിരുന്നു. നന്നാരി സർബത്ത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണുന്നുണ്ടോ പുറകിൽ നടക്കുന്നതൊക്കെ? തണുപ്പാ, കുഴപ്പമില്ല, കൊടുക്കാം. അതിനേക്കാൾ പക്ഷെ അന്നത്തെ കൊള്ളായിരുന്നു. അന്നത്തെ അവിടെ പോയില്ലേ കല്യാണം പഠിക്കാൻ നല്ലതാണ്. വരുമ്പോഴൊക്കെ നമ്മളൊക്കെ മുഖപരിചയം ഉണ്ടല്ലോ ഇപ്പൊ അല്ലേ? ഇടയ്ക്കൂടി സമയമില്ല. നല്ല ഹൈഫൈ തക്കുമ്മ, ഹൈഫൈ തക്കുമ്മ, ഹൈഫൈ. ഞാൻ അതെന്നെ പറഞ്ഞു. ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വേഗം തന്നെ വീട്ടിൽ പോയി. നാളെ വർക്കിംഗ് ഡേ ആണ്. ഞാനൊഴികെ എല്ലാവർക്കും നാളെ പോകേണ്ടതുണ്ട്. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.